ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളത് കംപ്ലൈൻറ്റ് റെഡിയാക്കാനായിട്ട് കയറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫിൻ്റെ ഈ റിലേ യൂണിറ്റാണ് പ്രശ്നം. അത് നമുക്ക് ബാറ്ററിയിൽ നിന്ന് സെൽഫിൻ്റെ മോട്ടറിലേക്ക് ഡയറക്റ്റ് പോകുന്ന കണക്ഷൻ വന്ന റിലേ ആണത്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമുക്ക് റെഡി ആവുള്ളൂ. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ സ്വിച്ച് ചെറിയൊരു ലൂസ് മോഡായിട്ട് കാണിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പിടിപ്പിച്ചാണ് ഇപ്പോൾ പുതിയ സ്വിച്ചാണ് ഇപ്പോൾ വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഈ രണ്ടായിട്ട് മാറ്റി കഴിഞ്ഞാൽ സെൽഫിൻ്റെ ദിവസം റെഡി ആയിക്കോളും. അപ്പോൾ അതിന് ശേഷം നമ്മൾ വെറുതെ ജസ്റ്റ് അതിൻ്റെ ഓയിൽ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം കണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ സ്റ്റിക്കിനകത്ത് ഒട്ടും ലെവൽ കാണിക്കാത്തത് കൊണ്ട് ഓയിൽ ഊറ്റി നോക്കിയതാണ്. ആകെ കൂടിയുള്ള ഓയിലാണ് കേട്ടോ ഈ കാണുന്നത്. കാരണം വെച്ചാൽ വളരെ ലെവൽ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ഓയിൽ മാറ്റണതാണ് ബെറ്റർ. ഇതിനകത്തേക്ക് പഴയ ഓയിലിനകത്തേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യണേലും നല്ലത് ഓയിൽ ഫുള്ളായിട്ട് മാറ്റാം. കാരണം ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറവുണ്ട്. ഏകദേശം ഒരു 300 മില്ലിയോളൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 500 മില്ലി 1/2 ലിറ്ററോളം നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കാമെന്ന് വെച്ചാൽ അതിലും നല്ലത് ഓയിൽ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യണതായിരിക്കും കേട്ടോ. അത് കൂടാതെ കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കണം. അതിപ്പോൾ ഒരു 1000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിർബന്ധമായിട്ട് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണം. ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണമെന്ന് പറയാൻ കഴിഞ്ഞാൽ ഓയിൽ ലെവൽ എങ്ങാനും കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ കംപ്ലയിൻറ്റിലേക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം അതിനുള്ളിൽ ചെക്ക് ചെയ്തോളണം കേട്ടോ. നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു വർക്കാണത്. കാരണം അത് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് പോകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് വീഡിയോ ഒന്ന് കാണാൻ ശേഷം ഈ ഓയിലിൻ്റെ കേസ് നമുക്ക് നിലവിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ കേസ് ഒന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.